ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തുടർച്ചയായ 4-ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധം. വിഷയം ഉന്നയിച്ച് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. माननीय वेणुगोपाल जी, आप इनको ये सिखाते हो क्या? नारेबाजी करना, तकिया लेकर आना, मेज थपथपाना, ये आपकी पार्टी के संस्कार नहीं रहे। लेकिन जो नई पीढ़ी जिस तरीके के संस्कार की है वो सारा देश देख रहा है। किस तरीके से जनता के करोड़ों रुपए खर्च संसद में होते हैं। मैं पुनः आपसे आग्रह करता हूं, आप सब मानिए, लाखों लोगों ने आपको चुनकर भेजा है। लोगों की अपेक्षाएं आकांक्षाओं को उठाने के लिए तख्तियां लेकर मेजें खोदने के लिए भी भेजा है। അതേസമയം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജി ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, പാർലമെന്റ് തുടർച്ചയായ ദിവസങ്ങളിൽ സ്തംഭിക്കുകയാണ്, തടസ്സപ്പെടുകയാണ്. എന്തെങ്കിലും തരത്തിൽ സമവായ ചർച്ചകളുടെ സാധ്യത ഈ വിഷയത്തിലുണ്ടോ? മറ്റൊന്ന്, ജഗദീപ് ധൻഖറിന്റെ രാജിക്കാര്യത്തിൽ ചർച്ചയ്ക്കില്ല എന്നാണല്ലോ ഈ പുതിയ സൂചനകളൊക്കെ ഇപ്പോൾ വരുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ? വിജയകുമാർ, സമവായത്തിനുള്ള യാതൊരു ശ്രമങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. തുടർച്ചയായി 4-ാം ദിവസവും പാർലമെന്റിന്റെ ഇരുസഭകളും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പാർലമെന്റ് സമ്മേളിക്കുന്ന ഘട്ടത്തിൽ നിരവധി ആയുധങ്ങളുണ്ടെങ്കിലും പ്രധാന ആവശ്യങ്ങളായി പ്രതിപക്ഷം ഉന്നയിച്ചത് പഹൽഗാം ഭീകരാക്രമണം, ഒപ്പം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം എന്നിവയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച് വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഇരുസഭകളിലും ചർച്ചയാകാമെന്ന ധാരണയിലെത്തിയ ഒരു പശ്ചാത്തലത്തിൽ ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയം പ്രധാന ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഇന്നലെയും ഇന്നും സഭാ കവാടത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. ഇന്ന് നടന്ന പ്രതിഷേധത്തിന് UPA അധ്യക്ഷ സോണിയാഗാന്ധിയാണ് നേതൃത്വം നൽകിയത്. സഭാ നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ, അതായത് സ്പീക്കർ ഓം ബിർള ലോക്സഭയിലെ ചെയറിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം എഴുന്നേറ്റ് നിന്ന് മുദ്രാവാക്യം വിളികൾ ആരംഭിച്ചു. തുടർന്ന് പ്രതിപക്ഷത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ സ്പീക്കർ ഉന്നയിച്ചു. ഇത്തരത്തിലുള്ള പ്രതിഷേധം ശരിയല്ല എന്നും രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഇത് കാണുന്നുണ്ട് എന്നും നിങ്ങളെ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയച്ചത് ഇത്തരത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണോ എന്നുമുള്ള ചോദ്യം ഉന്നയിച്ചു. KC വേണുഗോപാലിനെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഇതാണോ കോൺഗ്രസിന്റെ രീതി എന്നും സ്പീക്കർ ഓം ബിർള ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് സഭ 2 മണിവരെ നിർത്തിവെച്ചത്. അതേസമയം രാജ്യസഭയിൽ ഈ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് തള്ളുകയായിരുന്നു. തുടർന്ന് രാജ്യസഭയിൽ വിരമിക്കുന്ന അംഗങ്ങൾക്ക് ആശംസകൾ അറിയിച്ച ശേഷമാണ് ഉച്ചയ്ക്ക് 2 മണിവരെ പിരിഞ്ഞത്. ഈ വിഷയത്തിൽ തന്നെ ഉറച്ചു നിന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഉള്ളത്. ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ സഭാ നടപടികൾ തടസ്സപ്പെട്ട ശേഷം പുറത്തിറങ്ങിയ രാഹുൽ ഗാന്ധി പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ ജോലി ചെയ്യുന്നില്ല എന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നില്ല എന്നുമുള്ള വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജിയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ തുടരുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് എന്നും അതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ അപമാനിച്ചു, അവഹേളിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എങ്കിൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ, ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനായി ഈ വരുന്ന ശനിയാഴ്ച ചേരുന്ന NDA യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ധാരണ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിജയകുമാർ.